ആലപ്പുഴയിൽ നിന്ന് നേരെ പാലക്കാട്ടേക്ക്, ദെൻ അവിടെ നിന്ന് നേരെ മലപ്പുറത്തേക്ക്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കാടാമ്പുഴയിലാണ് കേട്ടോ. കാടാമ്പുഴ വല്യമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മിക്കപ്പോഴും അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. അപ്പം ഞാൻ അമ്മയും കൂടി ഇന്ന് കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് എത്തുന്നത് ഒരു ചെറിയ ഇടവഴി കൂടി പോയിട്ടാണ് കേട്ടോ. അവിടെ കുറച്ച് വെള്ളപ്പൊക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂ ആയിരുന്നു കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അഴിച്ചു ഞങ്ങൾ വെള്ളത്തിൽ കൂടി നടന്നു. അങ്ങനെ ഇട റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഫ്ലവർ ഞാൻ കണ്ണിൽ പെട്ടത്. പണ്ട് ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. അംഗൻവാടി പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഫ്ലവർ എപ്പോഴും ഇട റോഡിലും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മയായിരുന്നു. ഇപ്പം ഞങ്ങൾ വെയിറ്റ് ആക്കുന്നത് ബസ് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നേരെ ബസ്സിലേക്ക് കയറി നമ്മളതേ കാടാമ്പുഴ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ വാതിൽക്ക് തന്നെ ഇങ്ങനെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഏട്ടനുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് മുല്ലപ്പൊക്കെ മേടിച്ചു. നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉള്ളിലുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ അമ്പലമാണ്. അപ്പം ഞാനും അമ്മയും കൂടി പുറത്തുനിന്നുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുട്ടാ. അപ്പോൾ അമ്മ ടാറ്റ തരുന്നത് നിങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് ബുക്സ് എന്തൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാല് വയ്യാത്തൊരു ഏട്ടനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ നിന്ന് ഒരു ബുക്കൊക്കെ മേടിച്ചു. നേരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും നമ്മളെ സ്ഥിരം സ്പോട്ടാണ്. അതായത് കാടാമ്പുഴ അമ്പലത്തിലേക്ക് വന്നാൽ നമ്മൾ ഇവിടെ നിന്നേ ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ഫ്ലവർ താഴത്ത് വീണ് ഗൈസ്. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് ഫിറ്റൊക്കെ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു കുളത്തിൽ നിറച്ചും മീനാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ തന്നെ. ഒരു ഭയങ്കര സമാധാനം പോലെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വേറെ ഒരു പരിപാടിയൊന്നുമില്ല. പോകുന്ന വഴിക്ക് കുറച്ച് മ്യൂറൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ കുറച്ച് നേരം വായൊക്കെ നോക്കി നിന്നു. എനിക്ക് ഇങ്ങനത്തെ മ്യൂറൽ പെയിൻ്റൊക്കെ കാണുന്നതും വരയ്ക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ അവൾ ഉണ്ടാക്കിയ ഫ്ലവറാണ് കേട്ടോ. ഇത് നമ്മൾ ക്ലേ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. ആൾ ചെറിയൊരു ആർട്ടിസ്റ്റാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആളുടെ ഭാവനയിൽ വിരിഞ്ഞ കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളാണിത്. പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് അനിയത്തിൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള റിബൺസാണ് കേട്ടോ. കുറേ റിബൺസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇന്നത്തെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഡെയിലി വ്ളോഗൊന്നുമല്ല കേട്ടോ. ചെറിയ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.